ഹലോ. ഇവിടെ ഇന്ന് ഡിസംബർ 31 അപ്പോൾ 2024 അവസാനത്തെ മണിക്കൂറുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയമുള്ളൂ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, പുതിയ വർഷത്തിന് വരവേൽക്കാനായിട്ട്. നമുക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ പോട്ടെ അല്ലേ. നമുക്കിനി ഒരു വരുന്ന വർഷം നല്ല അടിപൊളിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് വെൽക്കം ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ന്യൂ ഇയർ മിക്കവാറും എൻ്റെ വീട്ടിലായിരിക്കും, കടവൂരായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാനായിട്ടുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ശിവ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കടവൂരോട്ട് പോകാനുള്ളൊരു പരിപാടി ഉണ്ടെന്ന്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടവൂർ. അവിടെ ഒരുപാട് പേര് കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവനവിടെ പോയി കളിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ശിവ സ്കൂളിൽ പോയിരിക്കുക. അപ്പോൾ അവൻ വരുമ്പോഴത്തേന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അവനെ പോയി വിളിക്കണം. അപ്പോൾ അവൻ്റെ വണ്ടി വരും. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ശിവക്കുട്ടൻ്റെ വണ്ടി ഇതാ വന്നെത്തിക്കഴിഞ്ഞു. രാവിലെ പോകുന്ന വണ്ടിയിലല്ല കേട്ടോ, അവൻ തിരിച്ചു വരുന്നത് വേറൊരു വണ്ടിക്കകത്താണ്. ഇന്ന് ശിവക്കുട്ടന് യൂണിഫോം ഇടണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ട്യൂസ്ഡേ ആയിട്ട് പിങ്ക് ഡ്രസ്സ് ഇടേണ്ടുന്ന ദിവസമാണ്. ശിവക്കുട്ടൻ വന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ മൊത്തം പറയുന്നത് ഇതാ വീട്ടിലോട്ട് നടക്കുന്ന ഈ ഒരു ടൈമിലാണ് കേട്ടോ. സ്കൂളിൽ എന്തോ അടിപൊളിയായിരുന്നെന്നോ ചെണ്ടമേളോ ആയിരുന്നെന്നോ മിസ് വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞെന്നുള്ള വിശേഷങ്ങളൊക്കെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേണ്ട ന്യൂ ഇയർ ആഘോഷത്തിന് പോവാണ് കേട്ടോ. ഞങ്ങളുടെ ദോസ്ത് വണ്ടി പിക്കപ്പിനകത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. കടവൂർ എത്തിയപ്പോഴത്തേക്കും ശിവ പെട്ടെന്ന് ബുക്ക് എടുത്ത് വെച്ച് എഴുത്താണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംവർക്ക് എഴുതി ജോലി തീർത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചേച്ചിയൊക്കെ എത്തുമല്ലോ, അപ്പോൾ ചേച്ചിയുടെ മക്കളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതി തീർന്ന സമയം കിട്ടിയപ്പോഴത്തേനും ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. എല്ലായിടും ഉള്ള ന്യൂ ഇയറിൻ്റെ ഡെക്കറേഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇവിടെ വരാനായിട്ടൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാ വർഷവും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ന്യൂ ഇയർ പ്രോഗ്രാം. കസിൻസും പിള്ളേരും എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് രാത്രി 12 മണി വരെ ഫുഡ് ഉണ്ടാക്കുക, അത് തിന്നുക. ഈ പരിപാടിയാണ് സാധാരണ നടക്കുന്നത്. എന്നിട്ട് 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങും. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും മനസ്സിലായി ഇന്ന് ആരെയും കിട്ടത്തില്ല, എല്ലാവരും ഇവിടെ ആയിരിക്കും, ഈ പ്രോഗ്രാമിലായിരിക്കുമെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കൂടിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആദ്യം എനിക്കൊരു നിരാശയായിരുന്നു. അയ്യോ, നമ്മുടെ പ്രോഗ്രാം ഒന്നും നടക്കത്തില്ലല്ലോ, നമ്മുടെ ആ ഒരു വൈബ്, വീട്ടിലുള്ള പാട്ടും ഡാൻസും കുക്കിങ്ങും ഒന്നും നടക്കാത്തതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനുണ്ടല്ലോ ആകെ ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഫുഡൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കല്യാണ പാർട്ടിക്ക് വലിയ വലിയ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പരിപാടി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കുറേ ഫുഡൊക്കെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. റെഡിയായതൊക്കെ വേണ്ട നമ്മുടെ മൺചട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീനിയും മീൻകറിയും അത്യാവശ്യം ഒരു പാർട്ടിക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. ഒഫീഷ്യൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നീടാണ് സംഗതി കളറായത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്യൂഷൻ മ്യൂസിക്കാണ് കേട്ടോ. ഓൾറെഡി നമുക്കവിടെ ഒരു അടിപൊളി വൈബാണ്. അഷ്ടമുടി കയറി എന്നുള്ള കാറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ആ ഒരു ഓളത്തിന് ന്യൂ ഇയർ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മ്യൂസിക്കും കൂടെ ആയപ്പോഴത്തേനും പിന്നെ പിടിച്ചാൽ കിട്ടോ, എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മൾ ഒരു പ്രായഭേദമന്യേ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു മൂഡിൽ കാണുമ്പോഴത്തേനും അതിനൊരു സന്തോഷം ഇരട്ടിയാവും അല്ലേ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അവരുടെ ഒരു ലോകത്താണ്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു പ്രത്യേക ഒരു ഓളത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ പ്രോഗ്രാമും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊരു പ്രത്യേക അവസരമല്ലേ. എല്ലാവരെയും പരിചയക്കാരുടെ മുമ്പിൽ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചമ്മലിനോ നാണക്കേടിനോ ഒന്നും ഒരു സ്കോപ്പില്ല. അവയെല്ലാം മാക്സിമം കുട്ടികളെല്ലാം തന്നെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം കുട്ടികളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, കുഞ്ഞു മക്കളും ഒക്കെ കയറി ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമുള്ളൊരു എൻജോയ്മെൻ്റ് അല്ലല്ലോ ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കുമ്പോഴത്തേനാണ് അത് സംഭവിച്ചത് കേട്ടോ. ആകെ ലൈറ്റെല്ലാം പോയി. എല്ലാവരും എന്തോ ന്യൂ ഇയർ ആകാൻ പോന്നു. നമ്മുടെ ഇന്ന് ഈ 2024 നമ്മൾ യാത്ര പറയുകയാണ്. അതേ അവസാന നിമിഷമായിട്ടുണ്ട്. അപ്പോഴത്തേനും ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള മേളമാണ് കേട്ടോ ഈ കേൾക്കുന്നത്.
എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് കേട്ടോ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നത്. കുറച്ച് പേര് വീട്ടിലാണെങ്കിൽ കുറച്ച് പേര് ഉറങ്ങി കുറച്ച് പേര് ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എല്ലാവരും നമ്മുടെ നാട് ഒത്തൊരുമിച്ചാണ് കേട്ടോ ഈ ഒരു ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. അത്രയ്ക്കൊരു എൻജോയ്മെൻറ്റ് ഈ ഒരു പുതുവർഷത്തിനുണ്ട്. അപ്പോൾ ഇത് ലൈഫിൽ ഈ വർഷം ഫുൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം അല്ലേ. അങ്ങനെ അടിച്ച് പൊളിച്ച് കേട്ടോ. അത്രയ്ക്ക് വൈബിലാണ് നമ്മളിത് ഈ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചത്. അടുത്തതാണ്ട് അടിപൊളി പ്രകാശത്തിൻ്റെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഉദ്ദേശിച്ചിട്ട് വലിയ പടക്കമൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനത്തുള്ള സംഗതികളൊക്കെയാണ് കേട്ടോ. എല്ലാ അമ്മമ്മമാരും കൊച്ചു പിള്ളേരും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പം നമ്മളെല്ലാം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രകാശം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇനി ഉണ്ടാകണം. അപ്പം നമുക്ക് കഴിഞ്ഞു പോയതിനെ എല്ലാം മറന്നുകൊണ്ട് പുതിയ എക്സ്പീരിയൻസ്, പുതിയ സന്തോഷങ്ങൾക്കായിട്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അത്രയ്ക്ക് അടിപൊളി ഒരു ന്യൂ ഇയർ ആണ് നമുക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ.